ഹായ് മക്കളെ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും വിങ്സ് അക്കാദമി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് 10ാം ക്ലാസ് ഹിസ്റ്ററിയിലെ 9ാമത്തെ ചാപ്റ്ററായ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്, രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രവും എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ ഓണപരീക്ഷയ്ക്കുള്ള ചാപ്റ്റർ 5, 6, 7, 9, 10 ആണ്. 8ാമത്തെ പാഠവും 11ാമത്തെ പാഠം നമുക്ക് ഫൈനൽ എക്സാം SSLCക്കാണുള്ളത്. അപ്പോൾ നമ്മുടെ 9ാമത്തെ ചാപ്റ്ററാണ് നമ്മളപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ്, പൊളിറ്റിക്കൽ സയൻസ് ആണ്. നമുക്കറിയാം 9, 10, 11 ചാപ്റ്റർ പൊളിറ്റിക്കൽ സയൻസ് ആണ്. വേഗം പഠിച്ചെടുക്കാൻ പറ്റും. അത്ര വലിയ ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളൊന്നുമല്ല. വളരെ എളുപ്പത്തിൽ പെട്ടെന്നൊന്നും നോക്കിയാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ എന്തായാലും ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പൊ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, പഠിച്ചെടുക്കും. അത്രേ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ആദ്യത്തെ നമ്മുടെ പാഠം 9ാമത്തെ പാഠമാണ്, സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് ആണ്. രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രവും എന്നാണ് പാഠത്തിന്റെ പേര്. അപ്പോ ആദ്യം അർത്ഥം നിൽക്കുന്നത് വാട്ട് ഡു യു മീൻ ബൈ സ്റ്റേറ്റ്? രാഷ്ട്രം എന്നാൽ എന്തൊരു ചോദ്യമാണ്. എന്താണ് രാഷ്ട്രം? നമുക്ക് ഈ പാഠത്തിൽ ആദ്യം പഠിക്കാനുള്ള എന്താണ് രാഷ്ട്രം എന്നാണ്. സ്റ്റേറ്റ് എന്താണെന്നാണ്. നോക്കിയാൽ അതിന്റെ ഡെഫിനിഷൻ എന്താ? എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ റിസൈഡിങ് പെർമനന്റ്ലി വിത്തിൻ എ പർട്ടിക്കുലർ ടെറിട്ടറി വിത്ത് എ സോവറിൻ ഗവൺമെന്റ് ഈസ് കോൾഡ് എ സ്റ്റേറ്റ്. അതായത് ഒരു നിശ്ചിത പ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നവരും അതുപോലെ തന്നെ പരമാധികാരമുള്ള ഗവൺമെന്റോട് കൂടിയ ജനതയാണ് എന്ത്, സ്റ്റേറ്റ് അഥവാ രാഷ്ട്രം എന്ന് പറയുന്നത്. അതായത് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നോക്കിയേ, ഞാനിവിടെ ഇന്ത്യയുടെ മാപ്പ് വെച്ചിട്ടില്ലേ, നിങ്ങൾ നോക്കിയടാ, ഇന്ത്യക്ക് കൃത്യമായ അതിർത്തികളില്ലേടാ മക്കളെ. ഓക്കെ, ഇന്ത്യക്ക് കൃത്യമായിട്ടുള്ള അതിർത്തികളുണ്ട്. ഈ അതിർത്തികൾക്കുള്ളില് ആര് താമസിക്കുന്നുണ്ട്? ജനങ്ങൾ താമസിക്കുന്നുണ്ട്, അല്ലേടാ? ഈ അതിർത്തികൾക്കുള്ളില് ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? താമസിക്കുന്നുണ്ട്. ഈ അതിർത്തികൾക്കുള്ളിൽ എന്ത് താമസിക്കുന്നുണ്ട്? ജനങ്ങൾ താമസിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ കൃത്യമായ അതിർത്തിയുമുണ്ട്. ആ അതിർത്തിക്കുള്ളിലെ ഭൂപ്രദേശത്തിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ജനങ്ങൾ സ്ഥിരതാമസം നടത്തുന്നവരുണ്ട്. ഇനി ഇവരെ നയിക്കാൻ ഒരു ഗവൺമെന്റ് ഉണ്ട്. ആ ഗവൺമെന്റിന് പരമാധികാരവുമുണ്ട്. അതുകൊണ്ട് ഇന്ത്യയെ നമുക്ക് എന്താണെന്ന് പറയാം? ഒരു സ്റ്റേറ്റ് അഥവാ രാഷ്ട്രമാണെന്ന് പറയാം. ഇന്ത്യ ഒരു സ്റ്റേറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രമാണ് എന്ന് നമുക്ക് പറയാം. അതായത് കൃത്യമായ അതിർത്തികൾ വേണം, ആ അതിർത്തിക്കുള്ളിൽ താമസിക്കാൻ ജനങ്ങൾ വേണം, ആ ജനങ്ങളെ നയിക്കാൻ ഒരു ഗവൺമെന്റ് വേണം, ആ ഗവൺമെന്റിന് പരമാധികാരം ഉണ്ടാവണം, സോവറിനിറ്റി ഉണ്ടാവണം. ഇത്തരം ഘടകങ്ങളെല്ലാം കൂടി ചേർന്നാൽ ഒരു രാഷ്ട്രത്തെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രമായിട്ട് മാറും. ഒരു സാഹചര്യത്തിൽ നമുക്ക് രാഷ്ട്രം എന്ന് വിളിക്കാം, അഥവാ സ്റ്റേറ്റ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. സിമ്പിൾ അല്ലേ? സിമ്പിൾ ഡെഫിനേഷൻ അല്ലേ? 1 മാർക്കിനോ 2 മാർക്കിനോ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 1 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിനോ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് സ്റ്റേറ്റ്, എന്താണ് രാഷ്ട്രം എന്ന ചോദ്യം. എന്താടാ? എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ റിസൈഡിങ് പെർമനന്റ്ലി വിത്തിൻ എ പർട്ടിക്കുലർ ടെറിട്ടറി വിത്ത് എ സോവറിൻ ഗവൺമെന്റ്. ഒരു നിശ്ചിത പ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നവരും പരമാധികാരമുള്ള ഗവൺമെന്റോട് കൂടിയ ജനതയാണ് എന്ത്, രാഷ്ട്രം അഥവാ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേടാ? സിമ്പിൾ ഡെഫിനിഷൻ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തതാണ്, നോക്കിയേ, ബേസിക് ഫാക്ടേഴ്സ് ഓഫ് സ്റ്റേറ്റ്. ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ഇത് എന്തായാലും പഠിക്കണം, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. നോക്കിയേ, ഈ ഡെഫിനേഷൻ പഠിച്ചപ്പോൾ തന്നെ ചില പോയിന്റ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാമാണ് എന്തെന്ന് പറയുന്നത്, ഒരു സ്റ്റേറ്റിന്റെ ബേസിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ, ബേസിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞ മക്കളെ 4 എണ്ണമാണ്. ഏതൊക്കെയാണ്? ഒന്നാമത്തതാണ് പോപ്പുലേഷൻ അഥവാ ജനങ്ങളാണ്. രണ്ടാമത്തത് ടെറിട്ടറി അഥവാ ഭൂപ്രദേശം. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞതാണ്, ഇന്ത്യക്ക് കൃത്യമായ അതിർത്തികളോട് കൂടിയ ഭൂപ്രദേശമുണ്ട്. ആ ഭൂപ്രദേശത്തിനകത്ത് താമസിക്കാൻ ജനങ്ങളുണ്ട്. സിമ്പിൾ അല്ലേ? അപ്പൊ 2 പോയിന്റ് എന്താണെന്ന് മനസ്സിലായില്ലേ? 2 ബേസിക് ഫാക്ടേഴ്സ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഒന്ന് പോപ്പുലേഷൻ ആണ്, മറ്റേത് ടെറിട്ടറി ആണ്. ഒന്ന് ഭൂപ്രദേശമാണ്, മറ്റേത് ജനങ്ങളാണ്. മൂന്നാമത്തത് ഗവൺമെന്റ്, സർക്കാർ അല്ലെ? സർക്കാർ. നമ്മളിവിടെ പറഞ്ഞതാണ്, ആ ജനങ്ങളെ നയിക്കാൻ എന്ത് വേണം? ഒരു ഗവൺമെന്റ്
ഗവൺമെന്റ് വേണം. ഈ ജനങ്ങളെ, ഈ രാജ്യത്തിനകത്ത് താമസിക്കുന്ന ജനങ്ങളെ നയിക്കാനായി, ലീഡ് ചെയ്യാനായി ഒരു സർക്കാർ വേണം എന്ന് പറഞ്ഞതാണ്. ഓക്കെ, ഇനി ആ സർക്കാരിന് എന്തുണ്ടാവണം? സോവറിനിറ്റി, പരമാധികാരം ഉണ്ടാവണം. ആ സർക്കാരിന് എന്തുണ്ടാവണം? അവിടെ സോവറിനിറ്റി അഥവാ പരമാധികാരം ഉണ്ടാവണം. അപ്പോ ഈ 4 കാര്യങ്ങളാണ് ഒരു രാഷ്ട്രത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് അഥവാ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഒരു രാഷ്ട്രം രാഷ്ട്രമാകണമെങ്കിൽ ഈ 4 ഘടകങ്ങൾ എന്തായാലും ഉണ്ടാകണം. ഈ 4 ഫാക്ടേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു രാഷ്ട്രത്തെ നമുക്ക് രാഷ്ട്രം എന്ന് വിളിക്കാൻ കഴിയില്ല. ഒരു സാധനം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അതൊരു രാഷ്ട്രമായിട്ട് മാറണമെങ്കിൽ ഈ 4 ഘടകങ്ങൾ എന്തായാലും ഉണ്ടായിട്ടുണ്ടാകണം. ഈ 4 ഘടകങ്ങൾ ഇല്ല എങ്കിൽ നമുക്ക് അവയെ എന്ത് വിളിക്കാൻ കഴിയില്ല മക്കളെ? രാഷ്ട്രം എന്ന് വിളിക്കാൻ കഴിയില്ല, സ്റ്റേറ്റ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കില്ല. അടുത്തതാണ്, ഓരോ ബേസിക് ഫാക്ടറിനെ പ്രധാനപ്പെട്ട പോയിന്റ്സ് കുറിച്ച് പഠിക്കണം. നമുക്ക് ഒരു 3 മാർക്കിന് SSLCക്ക് ആയാലും ക്രിസ്മസ് എക്സാമിനായാലും മോഡൽ എക്സാമിനായാലും ചോദിക്കുന്ന ചോദ്യമാണ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഗവൺമെന്റ്. ഗവൺമെന്റ് നിർവഹിക്കുന്ന ചുമതലകള്, ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തെല്ലാം, ഒരു സർക്കാരിന്റെ ചുമതലകൾ എന്തെല്ലാം. ഒന്നാമത്തത് മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ, ക്രമസമാധാനം ഉറപ്പുവരുത്തുക. നാട്ടിൽ ക്രമസമാധാനം ഉറപ്പുവരുത്തണം. ജനങ്ങൾക്ക് സുരക്ഷയോടെ ഭീതി കൂടാതെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ആ നാട് ഭരിക്കുന്ന ഗവൺമെന്റിന്, ആ നാട് ഭരിക്കുന്ന സർക്കാരിനുള്ളതാണ്. രണ്ടാമത്തത് ഇൻക്രീസ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കണം. നാട്ടിലെ യുവാക്കൾക്ക് വേണ്ടി തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കണം, ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കണം. മൂന്നാമത്തതാണ് വികസന പദ്ധതികൾ നടപ്പിലാക്കുക, ഇംപ്ലിമെന്റ് ഡെവലപ്മെന്റൽ പ്രോജക്ട്സ്, വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. ഇതെല്ലാം ഒരു സർക്കാർ അധികാരത്തിലേറിയാൽ ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, ആ രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം സർക്കാരിന്റെ ഉത്തരവാദിത്തങ്ങളാണ്. ഇനിയും നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ പോയിന്റ് ഏർപ്പെടുത്താം, ഇല്ലേ? ഇംപ്ലിമെന്റ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്, വിദ്യാഭ്യാസ സൗകര്യം ഉറപ്പുവരുത്തണം. ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, ആരോഗ്യ സൗകര്യം ഉറപ്പുവരുത്തണം. വെൽഫെയർ ആക്ടിവിറ്റീസ്, ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കണം. അങ്ങനെ ഒരു ഗവൺമെന്റ് ചെയ്യേണ്ട ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാനായിട്ട് പറ്റും. ഒരു 3 നിങ്ങൾ പഠിച്ചേക്കാം. ഇത് പഠിക്കണമെന്നില്ല, കാണാതെ പഠിക്കണം എന്നുണ്ടാ മക്കളെ? വേണോ? നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഒരു സർക്കാർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതൊക്കെ അവരുടെ ചുമതലയാണ്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇഷ്ടമാതിരി എഴുതാം. 3 അല്ല, 4 5 6 7 വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ഇഷ്ടമാതിരി നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോ അതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം. അതെന്തായാലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അടുത്തതാണ് നമ്മൾ പറഞ്ഞു സോവറിനിറ്റി, പരമാധികാരം. ആ പരമാധികാരത്തിന് 2 ഡയമെൻഷൻസ് ഉണ്ട്. പരമാധികാരത്തെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? ഇന്റേണൽ സോവറിനിറ്റി, ആഭ്യന്തരതല പരമാധികാരവും എക്സ്റ്റേണൽ സോവറിനിറ്റി, ബാഹ്യതല പരമാധികാരവും. നമുക്ക് പരമാധികാരത്തെ 2 ആയി ക്ലാസിഫൈ ചെയ്യാം. ഇന്റേണൽ സോവറിനിറ്റിയും എക്സ്റ്റേണൽ സോവറിനിറ്റിയും, ആഭ്യന്തരതല പരമാധികാരവും ബാഹ്യതല പരമാധികാരവും. ഓക്കെ, അപ്പോ ആദ്യം എന്താണ് പരമാധികാരം എന്ന് പറഞ്ഞുതരാം. ഒരു രാഷ്ട്രത്തിന് സ്വതന്ത്രമായി നിലപാടെടുക്കാനുള്ള അധികാരത്തെയാണ് എന്ത് വിളിക്കുന്നത്? പരമാധികാരം അഥവാ സോവറിനിറ്റി എന്ന് വിളിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് അകത്ത് നടക്കുന്ന കാര്യങ്ങളിലും രാജ്യത്തിന് പുറത്ത് നടക്കുന്ന കാര്യങ്ങളിലും സ്വതന്ത്രമായി നിലപാടെടുക്കാനുള്ള അധികാരമുണ്ട്, ഇല്ലേടാ? അതിന് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഏതെങ്കിലും രാജ്യത്തിന് അനുവാദം വേണോ? നമുക്കിപ്പോ ഇസ്രായേൽ ഗാസ യുദ്ധം, ആ യുദ്ധത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ഇന്ത്യക്ക് അമേരിക്കയുടെ അനുവാദം വേണോ? പാകിസ്ഥാൻ അനുവാദം വേണോ? വേണ്ടല്ല. ഇനി റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ നിലപാടെടുക്കാൻ ഇന്ത്യക്ക് റഷ്യയുടെയോ ഉക്രൈന്റെയോ അമേരിക്കയുടെയോ ചൈനയുടെയോ പാകിസ്ഥാന്റെയോ നേപ്പാളിന്റെയോ ജപ്പാന്റെയോ ബ്രിട്ടന്റെയോ അനുവാദം വേണോ? വേണ്ട. നമുക്ക് സ്വതന്ത്രമായിട്ട് അതിന് നിലപാടെടുക്കാം. ഇനി ഇന്ത്യക്ക് അകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് സ്വതന്ത്രമായി നിലപാടെടുത്തൂടെ? അതിന് ഏതെങ്കിലും ഒരു രാജ്യം സമ്മതിക്കണോ? വേണ്ട. നമുക്ക് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നിലപാടുകൾ എടുക്കാം. ആ ഒരു അധികാരത്തെയാണ് പരമാധികാരം അഥവാ സോവറിനിറ്റി എന്ന് വിളിക്കുന്നത്. ആ ഒരു അധികാരത്തെയാണ് നമ്മൾ പരമാധികാരം അഥവാ സോവറിനിറ്റി എന്ന് വിളിക്കുന്നത്. ഈ സോവറിനിറ്റിയെ 2 ആയി ക്ലാസിഫൈ ചെയ്യാം. ഇന്റേണൽ സോവറിനിറ്റി അഥവാ ആഭ്യന്തരതല പരമാധികാരവും എക്സ്റ്റേണൽ സോവറിനിറ്റി അഥവാ ബാഹ്യതല പരമാധികാരവും. നോക്കാം, ഇന്റേണൽ എന്ന് പറയുമ്പോൾ, ആഭ്യന്തരതലം എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെയുണ്ട് ദ റൈറ്റ് ടു ടേക്ക് ഡിസിഷൻസ് ഓൺ ഓൾ മാറ്റേഴ്സ് വിച്ച് കം വിത്തിൻ ഇറ്റ്സ് ടെറിട്ടറി. അതായത് ഭൂപ്രദേശത്തിന് ഉള്ളിൽ എല്ലാ വിഷയത്തിലും തീരുമാനമെടുക്കാനുള്ള രാഷ്ട്രത്തിന്റെ അധികാരമാണ് ഇന്റേണൽ സോവറിനിറ്റി അഥവാ ആഭ്യന്തരതലം. ഭൂപ്രദേശത്തിന്റെ
ഉള്ളിൽ, വിത്തിൻ ദി ടെറിട്ടറി. വിത്തിൻ ദി ടെറിട്ടറി അല്ലെങ്കിൽ ഭൂപ്രദേശത്തിന്റെ ഉള്ളിലാണെന്ന് പറഞ്ഞാൽ ഇന്റേണൽ സോവറിനിറ്റി ആണ്, അഥവാ ആഭ്യന്തരതല പരമാധികാരമാണ്. അപ്പോ സിമ്പിൾ ആണ്. എക്സ്റ്റേണൽ സോവറിനിറ്റി എന്തായിരിക്കും? എക്സ്റ്റേണൽ സോവറിനിറ്റി എന്തായിരിക്കും? ദ റൈറ്റ് ടു ടേക്ക് ഇൻഡിപെൻഡന്റ് ഡിസിഷൻസ് ഓൺ ഓൾ ഇന്റർനാഷണൽ ഇഷ്യൂസ്. ഭൂപ്രദേശത്തിന് പുറത്ത് അല്ലെ അന്തർദേശീയ വിഷയങ്ങളിൽ സ്വതന്ത്രമായി നിലപാടെടുക്കാനുള്ള അധികാരമാണ് എക്സ്റ്റേണൽ സോവറിനിറ്റി അഥവാ ബാഹ്യതല പരമാധികാരം. ബാഹ്യതല പരമാധികാരം. സിമ്പിൾ അല്ലേടാ? സിമ്പിൾ അല്ലേടാ? ഓക്കെ അല്ലേടാ? ഓക്കെ. ഇതും ഒരു 2 മുതൽ 3 മാർക്കിന് വരെ ചോദിക്കുന്ന ചോദ്യമാണ്. 2 മുതൽ 3 മാർക്കിന് വരെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സോവറിനിറ്റി എന്താണെന്നും അതിന്റെ 2 ഡയമെൻഷൻസ്, 2 തലങ്ങൾ ഏതാണെന്നും ചോദിക്കാറുണ്ട്. എന്തായാലും ഇത് എന്ത് ചെയ്യണം? പഠിക്കണം. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഇതെന്തായാലും പഠിച്ചിട്ട് വേണം മക്കളെ നിങ്ങൾ എന്ത് ചെയ്യാൻ? പരീക്ഷാ ഹാളിലേക്ക് പോവാൻ. അപ്പോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ലിസ്റ്റ് ഔട്ട് ദി ബ്രാഞ്ചസ് ഓഫ് സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പഠന മേഖലകൾ എന്തെല്ലാം? രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പ്രധാനപ്പെട്ട പഠന മേഖലകൾ എന്താണ് ചോദിക്കും. 2 മാർക്കിനേ ചോദിക്കുള്ളൂ. അധികം വലിയ മാർക്കൊന്നും ചോദിക്കൂല, വലിയ എസ്സേ പോലൊന്നും ചോദിക്കൂല. 2 മാർക്കിനേ ചോദിക്കുള്ളൂ. 4 പോയിന്റ് എഴുതണം, 2 മാർക്ക്. ഒന്നാമത് പൊളിറ്റിക്കൽ തിയറി, രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ. നമുക്കറിയാം ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അവരുടേതായ സിദ്ധാന്തങ്ങളുണ്ട്. മാർക്സിസം, സോഷ്യലിസം, കമ്മ്യൂണിസം പോലുള്ള ഒരുപാട് സിദ്ധാന്തങ്ങളുണ്ട്. വലതുപക്ഷ സിദ്ധാന്തങ്ങളുണ്ട്, ഇടതുപക്ഷ സിദ്ധാന്തങ്ങളുണ്ട്. അപ്പോ പൊളിറ്റിക്കൽ തിയറീസ്, നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുമ്പോൾ, രാഷ്ട്രതന്ത്ര ശാസ്ത്രം പഠിക്കുമ്പോൾ അതിന്റെ ഒരു മെയിൻ ബ്രാഞ്ച് ആണ്, അതിലൊരു പ്രധാനപ്പെട്ട പഠന മേഖലയാണ് ഈ രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ. കമ്മ്യൂണിസം, ക്യാപിറ്റലിസം, ഇമ്പീരിയലിസം, സോഷ്യലിസം പോലുള്ള രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ, മാർക്സിസം പോലുള്ള രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ, പൊളിറ്റിക്കൽ തിയറീസ് എന്തായാലും നമുക്ക് എന്ത് ചെയ്യാനുണ്ടാവും? പൊളിറ്റിക്കൽ സയൻസിൽ പഠിക്കാനുണ്ടാകും. രണ്ടാമത്തതാണ് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് അഥവാ അന്തർദേശീയ രാഷ്ട്രീയം. അന്തർദേശീയ രാഷ്ട്രീയം, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയം, രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയം, അതാണ് അന്തർദേശീയ രാഷ്ട്രീയം. അടുത്തതാണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് അഥവാ താരതമ്യ രാഷ്ട്രീയം. നമ്മൾ താരതമ്യം ചെയ്യും ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെയും തീവ്ര വലതുപക്ഷത്തെയും തീവ്ര ഇടതുപക്ഷത്തെയും. അങ്ങനെ ഓരോ രാഷ്ട്രീയ സിദ്ധാന്തങ്ങളും ഓരോ രാഷ്ട്രീയ ആദർശങ്ങളുമായി പോകുന്ന പ്രസ്ഥാനങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യുന്നത് നമ്മൾ എന്താ പൊളിറ്റിക്കൽ സയൻസിൽ പഠിക്കുന്നുണ്ട്, രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൽ പഠിക്കുന്നുണ്ട്. അപ്പോ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ അടുത്തൊരു പ്രധാനപ്പെട്ട മേഖലയാണ് താരതമ്യ രാഷ്ട്രീയം അഥവാ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്. അവസാനത്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊതുഭരണം. അത് നമ്മൾ 3ാമത്തെ ചാപ്റ്ററിൽ ഓൾറെഡി പഠിച്ചു. എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അഥവാ എന്താണ് പൊതുഭരണം എന്ന് പഠിച്ചു. അപ്പോ നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിന്റെ, രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പഠന മേഖലകൾ എന്താണെന്ന് ചോദിച്ചാൽ അതേ മക്കളെ ഈ 4 എണ്ണമാണ്. അതങ്ങോട്ട് പഠിച്ചു വെച്ചേക്കാം, അതങ്ങോട്ട് പഠിച്ചു വെച്ചേക്കാം. അതെന്തായാലും ചോദിക്കും. ഓക്കെ. അടുത്തതാണ് വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. പരീക്ഷകൾക്ക് 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒബ്ലിഗേറ്ററി ഫംഗ്ഷൻ ആൻഡ് ഡിസ്ക്രിഷണറി ഫംഗ്ഷൻ. രാഷ്ട്രത്തിന്റെ നിർബന്ധിത ചുമതലകളും വിവേചനപരമായ ചുമതലകളും. ഒരു രാഷ്ട്രത്തിന് 2 തരം ചുമതലകളാണ്, 2 തരം ഫംഗ്ഷൻസ് ആണുള്ളത്. ഒന്ന് ഒബ്ലിഗേറ്ററി ഫംഗ്ഷൻ അഥവാ നിർബന്ധിത ചുമതല, മറ്റൊന്ന് ഡിസ്ക്രിഷണറി ഫംഗ്ഷൻ അഥവാ വിവേചനപരമായ ചുമതല. 2 ചുമതലകളാണുള്ളത്, ഒബ്ലിഗേറ്ററി ഫംഗ്ഷനും ഡിസ്ക്രിഷണറി ഫംഗ്ഷനും. നിർബന്ധിത ചുമതലകളും വിവേചനപരമായ ചുമതലകളും. അത് എന്താണെന്നും അതിന് ഉദാഹരണം എഴുതാനും നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അങ്ങനെ 4 മാർക്കിനാണ് ഈ പരീക്ഷയ്ക്ക് ഈ ചോദ്യം വരാറ്. അപ്പോ നോക്കാം എന്താ ഒബ്ലിഗേറ്ററി ഫംഗ്ഷൻ. ഫംഗ്ഷൻ വിച്ച് ഹാവ് ടു ബി ഇംപ്ലിമെന്റഡ് ബൈ സ്റ്റേറ്റ് അറ്റ് ഓൾ ടൈം അറ്റ് എനി കോസ്റ്റ്. ഒരു രാഷ്ട്രം എല്ലാ കാലത്തും എന്ത് വില കൊടുത്തും ചെയ്യേണ്ടതാണ് എന്ത്? ഒബ്ലിഗേറ്ററി ഫംഗ്ഷൻ. ഒരു രാഷ്ട്രം എല്ലാ കാലത്തും എന്ത് വില കൊടുത്തും ചെയ്യേണ്ട ഫംഗ്ഷൻസ് ആണ് എന്ത് ഫംഗ്ഷൻ? ഒബ്ലിഗേറ്ററി ഫംഗ്ഷൻ അഥവാ നിർബന്ധിത ചുമതല. ഒരു രാഷ്ട്രം എല്ലാ കാലത്തും എന്ത് വില കൊടുത്തും ചെയ്യേണ്ട ഫംഗ്ഷൻസ് ചുമതലകളാണ് ഒബ്ലിഗേറ്ററി ഫംഗ്ഷൻ അഥവാ നിർബന്ധിത ചുമതല. ഒരു രാഷ്ട്രത്തിന് സ്റ്റേറ്റ് cannot abstain from its obligatory function. ഒരു രാഷ്ട്രത്തിന് ഒരിക്കലും നിർബന്ധിത ചുമതലകളിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല? അബ്സ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല, പിന്മാറാൻ പറ്റില്ല, പിൻവലിയാൻ പറ്റില്ല, പിന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. കാരണം എന്ത് വില കൊടുത്തിട്ടായാലും പൈസ ഇല്ലെങ്കിൽ കടം വാങ്ങിയിട്ടായാലും നിർബന്ധമായിട്ടും എല്ലാ കാലത്തും ചെയ്യേണ്ടതായ എന്ത്? ഒബ്ലിഗേറ്ററി ഫംഗ്ഷൻ അഥവാ നിർബന്ധിത ചുമതലകള്. അപ്പോ അടുത്തതാണ് ഡിസ്ക്രിഷണറി ഫംഗ്ഷൻ. ഫംഗ്ഷൻ which have to be implemented as per the economic condition of the state.
ഒരു രാഷ്ട്രത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് ചെയ്യേണ്ടതാ എന്ത്? ഡിസ്ക്രിഷണറി ഫങ്ഷൻ. രാഷ്ട്രത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് ചെയ്യേണ്ട ഫങ്ഷൻസ് ആണ് എന്ത്? ഡിസ്ക്രിഷണറി ഫങ്ഷൻ. പൈസ ഇല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യമില്ല, പൈസ ഉണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ട ഫങ്ഷൻസ് ആ എന്ത്? ഡിസ്ക്രിഷണറി ഫങ്ഷൻ. ഓക്കെ, അപ്പോ അതിന്റെ ഉദാഹരണങ്ങൾ എക്സാമ്പിൾ ആണ് തന്നേക്കുന്നത്. ഒന്ന് പ്രൊട്ടക്റ്റ് ബൗണ്ടറി, അതിർത്തി സംരക്ഷണം. ഒബ്ലിഗേറ്ററി ഫങ്ഷൻ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. നമ്മുടെ അതിർത്തി, കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമാണോ? അല്ല, പൈസ ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അതിർത്തി സംരക്ഷിക്കണം. രണ്ടാമത്തത് മെയിൻറ്റെയിൻ ഇന്റേണൽ പീസ്, ആഭ്യന്തര സമാധാനം. നാട്ടിൽ കലാപങ്ങളൊന്നും ഇല്ലാതെ സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം രാഷ്ട്രം എന്തായാലും ചെയ്യേണ്ടതാണ്. അവകാശ സംരക്ഷണം. എന്താ? ഓരോ വ്യക്തിക്കും അവകാശങ്ങളുണ്ട്. ഇല്ലയുടെ മക്കളെ, നമ്മൾ ഓരോ വ്യക്തിക്കും എന്തുണ്ട്? അവകാശങ്ങളുണ്ട്. ഈ അവകാശങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം രാഷ്ട്രത്തിനുണ്ട്. അത് രാഷ്ട്രത്തിന്റെ നിർബന്ധിത ചുമതല. അടുത്തതാണ് നീതി നടപ്പിലാക്കൽ. ഓരോ വ്യക്തിക്കും നീതി നടപ്പിലാക്കി കൊടുക്കൽ, നീതി നേടിയെടുക്കൽ എന്താ? രാഷ്ട്രത്തിന്റെ നിർബന്ധിത ചുമതലകളാണ്. അങ്ങനെയാണെങ്കിൽ ഡിസ്ക്രിഷണറി ഫങ്ഷൻ എന്താ? പ്രൊട്ടക്ഷൻ ഓഫ് ഹെൽത്ത്, ആരോഗ്യ സംരക്ഷണം. ഹോസ്പിറ്റൽ പണിയെന്തും ഹോസ്പിറ്റലിൽ മരുന്ന് എത്തിച്ചു കൊടുക്കുന്നതൊക്കെ രാഷ്ട്രം നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളല്ല, കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അടുത്തതാണ് എഡ്യൂക്കേഷൻ ഫെസിലിറ്റി, വിദ്യാഭ്യാസ സൗകര്യം. നിർബന്ധമല്ല, കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഓക്കെ, അടുത്തതാണ് വെൽഫെയർ പ്രോഗ്രാം, ക്ഷേമ പ്രവർത്തനം, പെൻഷനുകൾ. ഇതൊന്നും നിർബന്ധമല്ല, കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അടുത്തതാണ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, ഗതാഗത സൗകര്യം ഒരുക്കല്, പുതിയ റോഡ് പണിയല്, റോഡ് നന്നാക്കല്. ഇതൊക്കെ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ട ഫങ്ഷൻസ് ആണ് എന്ത്? ഡിസ്ക്രിഷണറി ഫങ്ഷൻ. അതൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്. മനസ്സിലായിരിക്കും. സിമ്പിൾ ആണ്, ഒന്ന് ആലോചിച്ചാൽ തന്നെ കിട്ടാവുന്നതേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പൗരത്വം എന്നാൽ എന്ത്? സിറ്റിസൺഷിപ്പ് എന്നാൽ എന്ത്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിറ്റിസൺഷിപ്പ് ഏതെല്ലാം? രണ്ട് തരം പൗരത്വങ്ങൾ ഏതെല്ലാം? നമുക്കറിയാം, പൗരത്വം എന്ന് പറഞ്ഞാൽ ഫുൾ ആൻഡ് ഈക്വൽ മെമ്പർഷിപ്പ് ഇൻ എ നേഷൻ. ഒരു രാഷ്ട്രത്തിലെ പൂർണ്ണമായതും തുല്യവുമായ അംഗത്വം, മെമ്പർഷിപ്പിനെയാണ് നമ്മൾ പൗരത്വം അഥവാ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്. ഒരു പൗരന് മാത്രമേ ആ രാജ്യത്തെ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ, അനുഭവിക്കാൻ പറ്റുള്ളൂ, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ നമുക്കറിയാം. സിറ്റിസൺഷിപ്പ് രണ്ട് തരത്തിലുണ്ടെന്ന് നമുക്കറിയാം. ഏതൊക്കെയാ? നാച്ചുറലും അക്വയർഡും. സ്വാഭാവിക പൗരത്വവും ആർജിത പൗരത്വവും. എന്താ നാച്ചുറൽ സിറ്റിസൺഷിപ്പ്? എന്താ സ്വാഭാവിക പൗരത്വം? സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത്, നമ്മൾ ജന്മന ലഭിക്കുന്ന പൗരത്വമാണ് എന്ത്? ബൈ ബർത്ത്. ജന്മന നമുക്ക് ലഭിക്കുന്ന പൗരത്വമാണ് എന്ത്? നാച്ചുറൽ സിറ്റിസൺഷിപ്പ് അഥവാ സ്വാഭാവിക പൗരത്വം. എന്താണ് ആർജിത പൗരത്വം? അക്വയർഡ് എന്താണ്? ഒരു രാഷ്ട്രത്തിലെ നിയമ നടപടികൾക്കനുസരിച്ച് പൗരത്വം നേടിയെടുക്കുന്നതാണ് എന്ത്? ആർജിത പൗരത്വം അഥവാ അക്വയർഡ് സിറ്റിസൺഷിപ്പ്. നോക്കിയേ, when a person acquires citizenship on the basis of legal procedures of a nation, it is called acquired citizenship. ഒരു പൗരൻ, ഒരു വ്യക്തി ഒരു രാഷ്ട്രത്തിലെ നിയമ നടപടികൾ പാലിച്ചുകൊണ്ട് പൗരത്വം നേടിയെടുക്കുകയാണെങ്കിൽ അതാണ് എന്ത്? അക്വയർഡ് സിറ്റിസൺഷിപ്പ് അഥവാ ആർജിത പൗരത്വം. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റിയ ഡെഫിനേഷൻ അല്ലേ? രണ്ട് ഡെഫിനേഷൻ സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പോ അതിന്റെ മലയാളമാണ് ഈ തന്നേക്കുന്നത്. അടുത്തയിലേക്ക് പോവാം. അടുത്തതാണ് തിയറീസ് ഓൺ ഒറിജിൻ ഓഫ് സ്റ്റേറ്റ്, രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, 4 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ് തിയറീസ് ഓൺ ഒറിജിൻ ഓഫ് സ്റ്റേറ്റ്, രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങൾ. ആദ്യത്തേതാണ് ഡിവൈൻ റൈറ്റ് തിയറി അഥവാ ദൈവദത്ത സിദ്ധാന്തം. ദൈവദത്ത സിദ്ധാന്തത്തിൽ എന്താ പറയുന്നത്? രാജ്യം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. സ്റ്റേറ്റ് എന്നാൽ ദൈവം ഉണ്ടാക്കിയതാണ്. അവിടെ സ്റ്റേറ്റ് ഭരിക്കുന്ന രാജാവ് ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്, റെപ്രസെന്റേറ്റീവ് ആണ്. അതുകൊണ്ട് രാജാവ് എന്ന് പറയുന്ന വ്യക്തി ദൈവത്തോട് മാത്രമേ മറുപടി പറയേണ്ടതുള്ളൂ, കടപ്പെടേണ്ടതുള്ളൂ എന്ന് പറയുന്നതാണ് എന്ത്? ഡിവൈൻ റൈറ്റ് തിയറി അഥവാ ദൈവദത്ത സിദ്ധാന്തം. ഓക്കെ, രാജാവ് ദൈവത്തെ ഉപമിക്കുന്നു, രാജാവിനെ ദൈവത്തോട് ഉപമിക്കുന്നതാണ് ഡിവൈൻ റൈറ്റ് തിയറി അഥവാ ദൈവദത്ത സിദ്ധാന്തം. അടുത്തതാണ് ഇവല്യൂഷണറി തിയറി അഥവാ പരിണാമ സിദ്ധാന്തം. പരിണാമ സിദ്ധാന്തമാണ് ഏറ്റവും കൂടുതൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള തിയറി, അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സിദ്ധാന്തം. ഓക്കെ, അതിലെന്താ പറയുന്നത്? സ്റ്റേറ്റ് ഈസ് പ്രോഡക്റ്റ് ഓഫ് ഹിസ്റ്ററി അഥവാ ചരിത്രത്തിന്റെ ഉൽപ്പന്നമാണ് രാഷ്ട്രം. അതുപോലെ തന്നെ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് ഒരുപാട് ഇവല്യൂഷനുകളിലൂടെയാണ്, ഒരുപാട് പരിണാമ പ്രക്രിയകളിലൂടെയാണ് രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ് എന്തിൽ പറയുന്നത്? ഇവല്യൂഷണറി തിയറിയിൽ പറയുന്നത്. നോക്കിയാടാ, സ്റ്റേറ്റ് ഈസ് പ്രോഡക്റ്റ് ഓഫ് ഹിസ്റ്ററി, ഇറ്റ് വാസ് ഫോംഡ് ബൈ സോഷ്യൽ ഇവല്യൂഷൻ. രാഷ്ട്രം ചരിത്ര സൃഷ്ടിയാണ്,
ചരിത്രം സൃഷ്ടിച്ചെടുത്തതാണ് രാഷ്ട്രത്തെ. സാമൂഹിക പരിണാമ പ്രക്രിയയുടെ ഫലമായിട്ടാണ് രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ് പരിണാമ സിദ്ധാന്തം പറയുന്നത്. അടുത്തതാണ് സോഷ്യൽ കോൺട്രാക്ട് തിയറി അഥവാ സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം. അതിൽ പറയുന്ന വേറൊന്നുമില്ല മക്കളെ, ഇവിടെ താമസിക്കുന്ന ജനങ്ങള് പരസ്പരം ഓരോ ഉടമ്പടി വെച്ച് താമസിക്കുന്നത് മുതലാണ് രാഷ്ട്രം രൂപീകൃതമായത്. അപ്പോൾ രാഷ്ട്രം രൂപീകരിച്ചിരിക്കുന്നത് മനുഷ്യന്മാരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണെന്നാണ് എന്തിൽ പറയുന്നത്, സോഷ്യൽ കോൺട്രാക്ട് തിയറി പറയുന്നത്. അവസാനത്തത് പവർ തിയറി, ശക്തി സിദ്ധാന്തം. നമുക്ക് എല്ലാവർക്കും അറിയാം, ശക്തരായ ആള് ദുർബലരായ ആളെ തോൽപ്പിച്ച് ആധിപത്യം ഉറപ്പിക്കുന്നതാണ് എന്ത്, ശക്തി സിദ്ധാന്തം അഥവാ പവർ തിയറി. സിമ്പിൾ അല്ലേ? 4 സിമ്പിൾ ഡെഫിനേഷനാ, കൂടുതൽ കാര്യങ്ങൾ പറയാനൊന്നുമില്ല, ചുമ്മാ വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാ. അതങ്ങോട്ട് വായിച്ച് പഠിച്ചേക്കാം. 4 മാർക്ക് ഷുവറാണ്, 4 മാർക്ക് ഷുവറാണ്. അടുത്തതാണ് ബേസിക് ഫാക്ടേഴ്സ് ഓഫ് സ്റ്റേറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, ആദ്യത്തത് പോപ്പുലേഷൻ ആണ്, ജനങ്ങളാണ്. നമുക്കറിയാം ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു അൺഅവോയ്ഡബിൾ ഫാക്ടറാ. രാഷ്ട്ര രൂപീകരണത്തിൽ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്തൊരു ഘടകമാണ് ഏത്, ജനങ്ങൾ, പോപ്പുലേഷൻ. ജനങ്ങളില്ലാതെ രാഷ്ട്രമുണ്ടോടാ? വെറുതെ കുറെ ഭൂമി ഉണ്ടായിട്ടുള്ള കാര്യമുണ്ടോ? ഇല്ല. അവിടെ താമസിക്കാൻ ജനങ്ങൾ ഉണ്ടെങ്കിലേ ആ സ്ഥലം അല്ലെങ്കിൽ ആ സ്ഥലങ്ങൾ ആ ഒരു രാഷ്ട്രം എന്തായിട്ട് അതൊരു രാഷ്ട്രമായിട്ട് മാറുള്ളൂ. ആ ഭൂപ്രദേശം ഒരു രാഷ്ട്രമാകണമെങ്കിൽ അവിടെ താമസിക്കാൻ ആര് വേണം? ജനങ്ങൾ വേണം, പീപ്പിൾ വേണം. അതുകൊണ്ട് രാഷ്ട്ര രൂപീകരണത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്തൊരു ഘടകമാണ് ഏത്, പോപ്പുലേഷൻ അഥവാ ജനങ്ങൾ. ഇനി ഫോർ ദി എക്സിസ്റ്റൻസ് ഓഫ് സ്റ്റേറ്റ് പീപ്പിൾ ഷുഡ് ലിവ് യുണൈറ്റഡ്ലി വിത്ത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് കോമൺ പബ്ലിക് ഇൻട്രസ്റ്റ്. ഇനി രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ ജനങ്ങൾ പരസ്പര സഹകരണത്തോടെയും സഹകരണ മനോഭാവത്തോടെയും പരസ്പരം ആക്രമിക്കാതെ സമാധാനത്തോടെ ജീവിക്കണം. പരസ്പരം ആശ്രയിക്കാതെ പരസ്പരം സഹകരിക്കാതെ ആക്രമണവും വെട്ടും കുടിയും കുടിപ്പകയുമായി നടന്നു കഴിഞ്ഞാൽ രാഷ്ട്രത്തിന് നിലനിൽപ്പുണ്ടോ? ഇല്ല. രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ ജനങ്ങൾ പരസ്പരം സഹകരിച്ചും സഹായിച്ചും മുന്നോട്ടേക്ക് പോകണം. നോ സ്റ്റേറ്റ് വിത്തൗട്ട് പീപ്പിൾ. നമ്മൾ പറഞ്ഞതാണ് ജനങ്ങളില്ലാതെ രാഷ്ട്രമില്ല. പക്ഷെ ജനസംഖ്യ വളരെ കൂടുന്നതും വളരെ കുറയുന്നതും നല്ലതാണോ? ടൂ മച്ച് ആകുന്നതും ടൂ ലെസ് ആകുന്നതും എന്തല്ല, നോട്ട് ഗുഡ് ഫോർ എ സ്റ്റേറ്റ്. രാഷ്ട്രത്തിന് നല്ലതല്ല. ജനസംഖ്യ വളരെ കൂടുന്നതും ജനസംഖ്യ വളരെ കുറയുന്നതും രാഷ്ട്രത്തിന് എന്തല്ല, നല്ലതല്ല. കാരണം ജനസംഖ്യ കുറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് കുറയും, മനുഷ്യവിഭവം കുറയും. അതുകൊണ്ടാണ് നമ്മുടെ കാനഡ പോലുള്ള രാജ്യങ്ങൾ ഒരു കാലത്ത് ഒരുപാട് മൈഗ്രേഷൻസ് പ്രോത്സാഹിപ്പിച്ചിരുന്നത്. ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നടക്കം ഒരുപാട് പേരാണ് എന്ത് ചെയ്തത്, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ പോയിരുന്നത്. എന്തുകൊണ്ടാ? അവിടെ പോപ്പുലേഷൻ കുറവായിരുന്നു, ഹ്യൂമൻ റിസോഴ്സ് കുറവായിരുന്നു. അപ്പോൾ ആ ഹ്യൂമൻ റിസോഴ്സിനെ കിട്ടാനായി അവരെന്ത് ചെയ്തു, മൈഗ്രേഷനെ പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ ഹൈ പോപ്പുലേഷൻ ആയപ്പോ എന്ത് പറ്റി? അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, പോവേർട്ടിയും ഉണ്ട്, ദാരിദ്ര്യവുമുണ്ട്, തൊഴിലില്ലായ്മയുമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥ വന്നപ്പോൾ അവർ തന്നെ മൈഗ്രേഷൻ കുറച്ചു. ഇപ്പൊ ഇന്ത്യയിലേക്ക് നോക്കാം, ഇന്ത്യയിൽ ഹൈ പോപ്പുലേഷൻ ആണ്, 150 കോടിയോളം ജനങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ അത്രയും പേർക്ക് തൊഴിലുണ്ടോ? ഇല്ല. അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, ദാരിദ്ര്യമില്ലേ? ഉണ്ട്. ഇന്ത്യയിൽ ദാരിദ്ര്യം കൂടുതലാണ്. അപ്പോ ഇതൊക്കെ എന്താണ്, വളരെ ദോഷകരമായി ബാധിക്കും. അപ്പോൾ ഒരു മോഡറേറ്റ് പോപ്പുലേഷൻ, ഒരു ആവറേജ് പോപ്പുലേഷൻ ഉള്ളതാണ് എപ്പോഴും രാഷ്ട്രത്തിന് നല്ലത് എന്ന് പറയുന്നത്. അടുത്തതാണ് ടെറിട്ടറി, ഭൂപ്രദേശം. നമുക്കറിയാം ജനങ്ങൾ ഉണ്ടെങ്കിൽ ആ ജനങ്ങൾക്ക് താമസിക്കാൻ വേണ്ട സ്ഥലം ടെറിട്ടറിയാണ്, ഭൂപ്രദേശമാണ് അല്ലേ? അപ്പോ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്, ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ് രാഷ്ട്ര രൂപീകരണത്തിൽ ടെറിട്ടറി അഥവാ ഭൂപ്രദേശം. ഇനി സ്റ്റേറ്റ് ഷുഡ് ഹാവ് എക്സാക്ട് ടെറിട്ടറി വിത്ത് ക്ലിയർ കട്ട് ബൗണ്ടറി. എക്സാക്ട് ടെറിട്ടറി ഉണ്ടാവണം, കൃത്യമായ അതിർത്തികളോട് കൂടിയ ഭൂപ്രദേശം ഉണ്ടാവണം. കൃത്യമായ അതിർത്തികളോട് കൂടിയ ഭൂപ്രദേശം ഒരു രാഷ്ട്രത്തിന് നിർബന്ധമായി ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല ആ ടെറിട്ടറിയിൽ മൊത്തം ആർക്ക് കൺട്രോൾ ഉണ്ടാവണം? സ്റ്റേറ്റിന് കൺട്രോൾ ഉണ്ടാവണം. ഒരു ഭൂപ്രദേശം മൊത്തം നിയന്ത്രിക്കേണ്ടത് ആ രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തിന്റെ ഭൂപ്രദേശം നിയന്ത്രിക്കേണ്ടത് ആരാടാ? ആ രാഷ്ട്രം തന്നെയാണ്. ഇനി ഈ ഭൂപ്രദേശം അല്ലെങ്കിൽ ടെറിട്ടറി എന്ന് പറയുമ്പോൾ ലാൻഡ് ഏരിയ മാത്രമല്ല വാട്ടർ ബോഡീസ് വരാം, അതുപോലെ കോസ്റ്റൽ ഏരിയ വരാം, ഏരിയൽ സ്പേസും വരാം. ഏതൊക്കെയാ വരുന്നത്? കര വരും, ജലമേഖല വരും, വായുമേഖല വരും, തീരപ്രദേശവും വരും. ഈ 4 മേഖലകളും കൂടി ചേർന്നാൽ മാത്രമേ ടെറിട്ടറി ആകുന്നുള്ളൂ, രാഷ്ട്രമാകുന്നുള്ളൂ, അല്ലെങ്കിൽ ഭൂപ്രദേശമാകുന്നുള്ളൂ. അപ്പോ അതങ്ങോട്ട് എന്ത് ചെയ്തേക്കാം, നോക്കി വെച്ചേക്കാം. ഓക്കെ, ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഗവൺമെന്റ് ഓൾറെഡി പറഞ്ഞതാണ്. അപ്പൊ അതങ്ങോട്ട് നോക്കി വെച്ചേക്കാം. ഓക്കെ, അവസാനത്തതാണ് സോവർണിറ്റി അഥവാ പരമാധികാരം. സോവർണിറ്റി അഥവാ പരമാധികാരം നമ്മൾ ഓൾറെഡി പറഞ്ഞു, രാഷ്ട്രത്തിന് എല്ലാ ദേശീയ വിഷയങ്ങളിലും അന്തർദേശീയ വിഷയങ്ങളിലും സ്വതന്ത്രമായി നിലപാടെടുക്കാനുള്ള അധികാരമുണ്ട്. ആ അധികാരത്തെ രാഷ്ട്രത്തിന്റെ എന്ത് വിളിക്കുന്നു? സോവർണിറ്റി അഥവാ പരമാധികാരം വിളിക്കുന്നു. ബാഹ്യ നിയന്ത്രണം ഇല്ലാതെ, എക്സ്റ്റേണൽ കൺട്രോൾ ഇല്ലാതെ, ബാഹ്യ നിയന്ത്രണം ഇല്ലാതെ
ആഭ്യന്തര വിഷയങ്ങളിലും അതുപോലെ തന്നെ അന്തർദേശീയ വിഷയങ്ങളിലും തീരുമാനമെടുക്കാനുള്ള രാഷ്ട്രത്തിന്റെ അധികാരത്തെ നമ്മൾ പരമാധികാരം അഥവാ സോവറിനിറ്റി എന്ന് പറയുന്നു. എന്ത് പറയുന്നതാ? പരമാധികാരം അഥവാ സോവറിനിറ്റി എന്ന് പറയുന്നു. ഓക്കെ, രണ്ടു തരം പരമാധികാരവും ഏതാന്ന് നമ്മൾ പറഞ്ഞതാണ്. ഇത് എന്ത് ചെയ്യണം? ആ ഒരു ചോദ്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു, നാലും കൂടിയും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. ഇതൊക്കെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. നാലും കൂടിയും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞ മക്കളെ, ഇതൊക്കെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്യണം. ഇത് ഇത്രയുള്ളോടാ ഈ ചാപ്റ്റർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ, കുഞ്ഞി ചാപ്റ്റർ ആണ്, പെട്ടെന്ന് പഠിച്ചറിയാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്, പെട്ടെന്ന് പഠിച്ചറിയാനും പെട്ടെന്ന് പഠിപ്പിച്ചറിയാനും പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് എന്ത് ഈ ഒരു ചാപ്റ്റർ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.